ഈസാ നബി അലൈഹിസ്സലാം വലിയ ത്യാഗം ചെയ്യാൻ പോകുന്ന നബിയാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വരുമ്പോഴേക്കും യഅജൂജ് മഅജൂജുകളെ അല്ലാഹു അയച്ചിട്ടുണ്ടാകും. യഅജൂജ് മഅജൂജുകൾ സൂറത്തുൽ കഹ്ഫിൽ തന്നെ അവസാന ഭാഗത്ത് യഅജൂജ് മഅജൂജിനെ കുറിച്ചൊരു പരാമർശമുണ്ട്. ആ ആയത്താണ് ഞാൻ ആദ്യത്തിൽ ഓതി വെച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حتى إذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا قال ما مكني فيه ربي خير فأعينوني بقوة أجعل بينكم وبينهم ردما آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا فما استطاعوا أن يظهروه وما استطاعوا له نقبا قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكاء وكان وعد ربي حقا. വിശദമായി മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തിയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ദുൽഖർനൈൻ ചക്രവർത്തിയുടെ യഥാർത്ഥ പേര് സൈറസ് രണ്ടാമൻ എന്നാണ്. സൈറസ് അഥാനി അദ്ദേഹത്തിന്റെ പേരതാണ്. ദുൽഖർനൈൻ സ്ഥാനപ്പേരാണ്. രണ്ട് കൊമ്പിന്റെ ആള് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും കീഴടക്കിയത് കൊണ്ട് രണ്ടറ്റങ്ങളെ കീഴടക്കിയ ആൾ എന്നർത്ഥത്തിലാണ് ദുൽഖർനൈൻ, രണ്ട് കൊമ്പിന്റെ ആൾ. അറബിയിലെ പ്രയോഗം അങ്ങനെയാണ്. ചില കവിതകളിൽ കാണാൻ പറ്റും അങ്ങനെ. ദുൽഖർനൈനി, രണ്ട് കൊമ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രദേശങ്ങൾ കൈയടക്കി വെച്ച ആളുകൾക്കൊക്കെ അങ്ങനെ പറയും. ദുൽഖർനൈൻ, രണ്ട് കൊമ്പ് കിഴക്കും പടിഞ്ഞാറും കയ്യിലാണ്. ലോകം ഭരിച്ച 4 പേരുണ്ട്. 2 പേർ മുസ്ലിമീങ്ങളാണ്, 2 പേർ മുസ്ലിമീങ്ങളായ 2 പേർ. ഒന്ന് ദുൽഖർനൈൻ സൈറസ് രണ്ടാമൻ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തേത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം. അമുസ്ലിമീങ്ങൾ ഒന്ന് അലക്സാണ്ടർ ദി ഗ്രേറ്റ്, മറ്റൊന്ന് നെബുക്കദ്നേസർ ബുഖ്തനസർ. ഈ 2 അമുസ്ലിമീങ്ങൾ ലോകം ഭരിച്ചവരാണ്. 2 മുസ്ലിമീങ്ങൾ. ദുൽഖർനൈൻ ചക്രവർത്തിയുടെ ചരിത്രം അല്ലാഹു സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം ഹത്താ ഇദാ ബലഗ ബൈന സദ്ദൈനി, 2 കെട്ടുകളുടെ ഇടയിലെത്തിയപ്പോൾ വജദ മിൻ ദൂനിഹിമാ ഖൗമൻ ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ. അവിടെ ചില ആളുകളെ കണ്ടു. മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി സൈറസ് രണ്ടാമൻ റളിയല്ലാഹു അൻഹു. നമ്മുടെ ഫറോവന്റെ പേരെന്തായിരുന്നു എന്നാ പറഞ്ഞത്? ഫിർഔന്റെ പേരെന്തായിരുന്നു? റംസീസ് രണ്ടാമൻ. ദുൽഖർനൈനിന്റെ പേര് സൈറസ് അഥാനി, സൈറസ് രണ്ടാമൻ. അവിടെ എത്തിയപ്പോ ആ ജനങ്ങൾക്ക് ഒരു ഭാഷയും അവരോട് പറഞ്ഞവർക്ക് മനസ്സിലാവുന്നില്ല. ലാ യഫ്ഖഹൂന ഖൗല. ദുൽഖർനൈനി പറയുന്നത് ഭാഷ അവർക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ഒരു ദ്വിഭാഷയുടെ ആവശ്യം വന്നു. ഖാലൂ, അങ്ങനെ അവർ പറയുകയാണ് ദുൽഖർനൈനിയോട്, യാ ദൽ ഖർനൈനി, അല്ലയോ ദുൽഖർനൈൻ, ഇന്ന യഅജൂജ വമഅജൂജ്, തീർച്ചയായും യഅജൂജുകളും മഅജൂജുകളും മുഫ്സിദൂന ഫിൽ അർളി, ഭൂമിയിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്, ഫസാദ് ഉണ്ടാക്കുന്നുണ്ട്. യഅജൂജുകളും മഅജൂജുകളും ഫഹൽ നജഅലു ലക ഖർജ, ഞങ്ങൾ നിങ്ങൾക്ക് ചുങ്കം പിരിച്ചു തരാം. ഖർജൻ, നിങ്ങൾക്ക് ടോൾ പിരിച്ചു തരാം. എന്തിന്? അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദാ, അവർക്ക് ഞങ്ങളിലേക്ക് വരാതിരിക്കാൻ ഈ 2 മലകളുടെ താഴ്വരയിലൂടെ അവർ വരുന്നുണ്ട്. ഈ 2 മലയുടെ ഉൾഭാഗം നിങ്ങൾ അടച്ചു തന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ കാശു തരാം. ആര് പറഞ്ഞു? ആ പ്രദേശത്തുകാർ. എന്താ ദുൽഖർനൈനിയുടെ മറുപടി? ഖാല,
ദുൽഖർനൈനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ ഫഅഈനൂനി ബിഖുവ. നിങ്ങൾ എനിക്ക് പൈസ ഒന്നും തരണ്ട, നിങ്ങൾ ആരോഗ്യം കൊണ്ട് എന്നെ സഹായിക്കണം. അജ്അൽ ബൈനകും വബൈനഹും റജ്മാ. അവർക്ക് നിങ്ങളിലേക്ക് വരാതിരിക്കാൻ ഞാനൊരു മതിലുണ്ടാക്കി തരാം. حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا. ഇരുമ്പിന്റെ ബ്രിക്സുകളായിരുന്നു, ഇരുമ്പിന്റെ ബ്രിക്സുകൾ, ഇരുമ്പിന്റെ കല്ലുകൾ, ഇഷ്ടിക ഇരുമ്പിന്റേത്. അത് പഴുപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഹത്താ ഇദാ ജഅലഹു നാറൻ, അത് പഴുത്ത് ചൂടായപ്പോൾ ആതൂനി ഉഫ്രിഗ അലൈഹി ഖിത്റ, ഞാൻ അതിന്റെ മേൽ മെൽറ്റായ കോപ്പർ അതിലേക്ക് ഒഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ബ്രിക്സുകളെ ബലിഷ്ഠമായി പടച്ചു മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി റളിയല്ലാഹു അൻഹു. നബിയാണെന്ന അഭിപ്രായമുണ്ട്, നബി അല്ല എന്ന അഭിപ്രായമുണ്ട്. ദുൽഖർനൈനെ സംബന്ധിച്ച് വലിയ മഹാനായ മനുഷ്യനായിരുന്നു. എവിടെയാണ് ഈ മല ഉള്ളത്? അതാണ് നമുക്ക് ആദ്യം മനസ്സിൽ വരല്ലേ. എവിടെയായിരിക്കും ഈ മല? ആ മലയുടെ അപ്പുറത്ത് യജൂജ് മഅജൂജുകളെ തളച്ചിട്ടു അവർക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു അവരെ ബ്ലോക്ക് ചെയ്തു. ഈ മതിലുണ്ടാക്കിയത് ആരാണ്? മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി റളിയല്ലാഹു അൻഹു. ഈ മലയല്ല ചൈന മല, ചൈനയിലെ മതിൽ, ചൈനയുടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, അതല്ല ഈ ദുൽഖർനൈൻ തങ്ങൾ ഉണ്ടാക്കിയ മതിൽ, അതല്ല കേട്ടോ, അതല്ല. ഇതെവിടെയാണുള്ളത്? ഈ മതിൽ എവിടെയാണ്? അതിനെ സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നു. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 10ഓളം സ്വഹാബികളെ തുർക്കിയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് ഈ മതിൽ കാണിച്ചു കൊടുക്കാൻ. പഴയ തുർക്കി, ഇന്നത്തെ അർമീനിയയുടെ ഭാഗമായിരിക്കുന്ന ഭാഗം, അർമീനിയയുടെ പരിസരത്ത് വിലാദി ഖുഖാസിനും തിഫ്ലിസിനും ഇടയിലുള്ള ദാരിയാൽ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. നിറയെ മലകളുള്ള പ്രദേശമാണ്. ആ ദാരിയാൽ ചുരത്തിലാണ് മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി ഉണ്ടാക്കിയ മതിലുള്ളത് എന്ന് മഹാനായ തർജുമാൽ ഖുർആന്റെ മുഫസ്സിർ അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ അർമീനിയയുടെ ഭാഗം, പഴയ തുർക്കി, ഇന്നത്തെ തുർക്കിയല്ല. അവിടെ നിന്ന് അങ്ങോട്ട് നോർത്തിലേക്ക് കയറിയാൽ വിലാദി ഖുഖാസിക്കും തിഫ്ലിസിനും ഇടയിൽ ദാരിയാൽ ചുരമുണ്ട്. ആ ചുരത്തിലെ 2 മലകൾക്കിടയിലുള്ള ഭാഗം ഇരുമ്പിന്റെ കട്ട കൊണ്ടുണ്ടാക്കിയ മതിൽ ഇന്നവിടെയുണ്ട്. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അന്ന് വരെ ആളയച്ചിട്ടുണ്ട് അത് കാണാൻ, അത് പഠിച്ചു വരാൻ വേണ്ടി. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നമ്മുടെ മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. യജൂജ് മഅജൂജുകൾ അന്നവിടെ പ്രത്യക്ഷപ്പെട്ടു. ആരാണ് യജൂജ് മഅജൂജുകൾ? ഇവർ ഒറിജിൻ മംഗോളിയക്കാരാണെന്നാണ്. മംഗോളിയൻസ് BC 9th സെഞ്ചുറിയിൽ കാസ്പിയൻ കടലിന്റെ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് അക്രമങ്ങൾ ചെയ്ത ആളുകളെ സംബന്ധിച്ച് ചരിത്രമുണ്ട്. ഇവർ അക്രമകാരികളായിരുന്നു, വെറും അക്രമം. തർത്താരികൾ ഇവരുടെ ബാക്കിയാണ്. ചെങ്കീസ് ഖാൻ യജൂജ് മഅജൂജിന്റെ പരമ്പരയിൽ വന്ന ആളാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലമായപ്പോഴേക്കും സംസ്കാരമുള്ള ആളുകളായി മാറി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വിന്യസിക്കപ്പെട്ടു പോയി ഈ കുടുംബം. 2 തറവാടുകളാണ് യജൂജ് മഅജൂജ്, ഗോഗ് ആൻഡ് മാഗോഗ്. ഗോഗ് ആൻഡ് മാഗോഗ്, യജൂജ് മഅജൂജ്, അങ്ങനെ ചരിത്രത്തിൽ അറിയപ്പെടുക. പഴയ മംഗോളിയയുടെ 2 നഗരങ്ങളുടെ പേരാണ് ഗോഗും മാഗോഗും. ഗോഗ് മാഗോഗ്, യജൂജ് മഅജൂജ്. ഇന്നെവിടെയാണെന്ന് അവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അള്ളാഹു അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന്. ഇതുപോലെ മസീഹു ദജ്ജാൽ ഒളിപ്പിച്ചു വെച്ചില്ലേ, അതുപോലെ ഹെലികോപ്റ്റർ മേലെ പോയിട്ടൊന്നും കാണാൻ പറ്റില്ല അവരെ. അള്ളാഹു ഒളിപ്പിച്ചു വെച്ചൊരു സമൂഹമാണ്. അന്ത്യനാളിനോടടുക്കുമ്പോൾ മിൻ കുല്ലി ഹദബി യൻസിലൂൻ, ലോകത്ത് എവിടെയെല്ലാം ഉയരമുള്ള മലകളുണ്ടോ അവിടെ നിന്നെല്ലാം കൂട്ടമായി ഇവർ വരും. ഇവരുടെ കയ്യിൽ തോക്കുകളുണ്ട്, അമ്പുകളുണ്ട്, കൊല്ലാനുള്ള എല്ലാ സാധനങ്ങളും. മനുഷ്യരെ കൊല്ലലല്ലാതെ മറ്റൊരു ഹോബിയും ഇവർക്കില്ല. അങ്ങനത്തെ 2 കൂട്ടരാണ് യജൂജുകളും മഅജൂജുകളും. മഹാനായ മഹാപ്രവാചകൻ ഈസ നബിയെയും അവരോടൊപ്പമുള്ള സത്യവിശ്വാസികളെയും ബൈത്തുൽ മുഖദ്ദസിന്റെ അരികത്ത് സീനാ മലയിൽ കൊണ്ടുപോയി ഉപരോധം ഏർപ്പെടുത്തും. മുസ്ലിമീങ്ങൾക്ക് താഴെയിറങ്ങി വരാൻ പറ്റില്ല. ഭക്ഷണം പോലും കൊടുക്കാതെ ദിവസങ്ങളോളം സീസ് ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നേരം ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുമത്രേ, അല്ലാഹ്
പടച്ചവനെ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം, യജൂജ് മഅജൂജിനെ നശിപ്പിക്കണേ എന്ന് മഹാനായ പ്രവാചകൻ ദുആ ചെയ്യുമ്പോൾ ഫയുർസിലു അലൈഹിമുൻ നഗഫ, നഗഫ് എന്ന് പറയുന്ന ഒരു തരം പുഴുക്കൾ, അത് ഒട്ടകത്തിന്റെ തലയിൽ കാണുന്ന പുഴുക്കളാണ്. ആ പുഴുക്കളെ അല്ലാഹു അയച്ചു കൊടുക്കും. ആ പുഴുക്കൾ തലയിൽ വീഴുന്നതോടുകൂടെ യജൂജ് മഅജൂജുകളിൽ ഓരോരുത്തരും ചത്തൊടുങ്ങുകയാണ്, മരിച്ചു വീഴുകയാണ്. യജൂജ് മഅജൂജുകൾ നടന്നു പോകുന്ന സർവ്വ കിണറും സർവ്വ ജലാശയങ്ങളും ഉപ്പുവെള്ളം പോലും കുടിച്ചു തീർക്കുമെന്ന് ഹദീസിനുണ്ട്. അതുകൊണ്ടാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനോട് അന്നൊരിക്കൽ ആ ദ്വീപിൽ വെച്ച് മസീഹു ദജ്ജാൽ പറഞ്ഞത്, സുഗർ തടാകം വറ്റിപ്പോകും, തൊബരി തടാകം വറ്റിപ്പോകും. ഇവർ കുടിച്ചു തീർക്കുന്നതാണ്, കുടിച്ചു തീർക്കും.